Guys, welcome back to our YouTube channel. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫ് ചെയ്യാൻ പോകും. വിസ്കി കേൾക്കുന്നുണ്ട്. എൻ്റെ അമ്മ ചീത്ത തന്നെ വിസ്കിനെ ഒരു കുറ്റക്കളെ ഒപ്പിക്കണം. അപ്പോൾ ഡേ മൈ ലൈഫ് പറയുമ്പോൾ ഇങ്ങനത്തെ കാറിലൊക്കെ കേൾക്കും. അന്ന് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ പല്ലേക്കാൻ പോട്ടെ. പല്ലേക്കാൻ പോകണമെന്ന് അയ്യോ വിട്ടു. പല്ലേക്കാൻ പോകണമെന്ന് ഒരു കാര്യമുണ്ട്. നമ്മൾ കട്ടൻ മുടിച്ചിട്ടില്ല. നമുക്ക് കട്ടൻ ഇതാട്ടെ ഞങ്ങൾ കട്ടൻ. ഇത് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കാണിച്ചത്. ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ലൈറ്റും വരും. പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ടാവില്ല. ഇത് പൊന്തിക്കാം. പിന്നെ ഈ സൈഡിൽ നിന്ന് അപ്പോൾ ഞാൻ കറുപ്പിനൊക്കെ പൊന്തിച്ചു. ഇനി നമുക്ക് അല്ല ചെരുപ്പിട്ടിട്ടാണ് ചെരുപ്പ്. അതാ എനിക്ക് എന്താ വെച്ചാൽ കാലുവേദന മീൻസ് കാലുവേദനല്ല കാൽസ്യത്തിൻ്റെ കുറവുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന വരും. അതുകൊണ്ട് അമ്മ വാങ്ങിത്തന്ന ചെരുപ്പാണ്. ഇപ്പം ഞാൻ പല്ല് വെച്ചിട്ട് വരാം. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ പല്ല് വെച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പിൽ കുറച്ച് വെള്ളം കൊണ്ടുപോകാം. ഇത് ഞാൻ അമ്മേൻ്റെ കൂടെ പോയപ്പോൾ അവിടുത്തെ ജ്യൂസ് കടയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. വെറുതെ കിട്ടില്ല, ജ്യൂസ് പറ്റും തോന്നും. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കിട്ടട്ടെ. കുറച്ച് മതി, വേണ്ട. പിന്നെ നമ്മൾ മുടി കെട്ടണം. കുറച്ച് പണിയുണ്ട്, മുടി കെട്ടണം. അപ്പോൾ മുടി എങ്ങനെ കെട്ടുക വെച്ചാൽ മെടഞ്ഞിടുക ചെയ്യുക. മെടഞ്ഞിടുക എന്നൊക്കെ അറിയാമല്ലോ. നിങ്ങളുടെ അവിടെ എന്താ പറയില്ലേ, പിന്നിടുകയാണോ? ചിലരുടെ അവിടെ പിന്നിടുകയെന്നും മെടഞ്ഞിടുക അങ്ങനെ എന്തൊക്കെയാണ് പറയും. ഞാൻ മെടഞ്ഞിടുക എന്നാണ് പറയില്ല. നിങ്ങളെന്താ പറയുന്നത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് രണ്ടാം കൂടി പോകണം. അത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് കുറച്ച് ശരിയാക്കാനുണ്ട്. അവിടുത്തെ കോല നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര എന്താ വെച്ചാൽ എന്താ പറയുക, അഡ്വഞ്ചർ അല്ല, എന്തൊരു പറ്റാത്ത കോലത്തിലാണ് കിടക്കുന്നത്. അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാൻ ഇനി മുടി കെട്ടിയിട്ട് വരാം. ഗൈസ്, ഞങ്ങൾ രണ്ടാളും കൂടി വീട്ടിലത്തെ പെയിൻ്റ് കഴിഞ്ഞിട്ട് തന്നെ അവിടെ ക്ലീൻ ആക്കാറുണ്ട് പുറത്തിട്ടോ. അവിടേക്ക് ക്ലീൻ ആക്കാൻ ഒരു ചേച്ചിനെ വിളിക്കാൻ പോകുന്നു. ഞങ്ങൾ കുറേ അഡ്വഞ്ചറായിട്ട് അങ്ങനെ കാട്ടിക്കൂടെയൊക്കെ പോകുന്നുണ്ട്. സോ നമ്മൾ കാട്ടിക്കൂടെ പോയിട്ട് ഇവിടെ കുറച്ച് വീടൊക്കെ ഉണ്ട്. നമ്മുടെ കാട്ടിലെത്തിയിട്ട് ഞാനും കാശിയും കൂടി നടന്ന് പോവുകയാണ്. ഇതടക്ക കാട് വളരെ കുറ്റിക്കാട്ടിലോട്ട്. ദൈവമേ, ഇത് ഇത്രയും കഠിനമാകും. കുറച്ച് കരിമുൾച്ചെടി, അയ്യോ മറ്റേ തൊട്ടാവാടിയൊക്കെ ഉണ്ട്. നിങ്ങളുടെ അവിടെ അതിനെന്താ പറയുക? അത് കൽമുള്ളിച്ചെടി പറയാം. നിങ്ങൾ ഇനി ഞാൻ പറയുന്ന ഓരോ തെറ്റുകളും നോട്ട് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു ഇരട്ടപ്പേര് കണ്ടെത്തുക. എനിക്ക് കിട്ടും ഒരു പേര് കണ്ടെത്തു, ഞാൻ അത് സ്വീകരിക്കുന്നതായിരിക്കും. നമ്മൾ നല്ല പേര് വലുതും തരുന്നുണ്ട്. നേരത്തെ പൊട്ടത്തേരൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇതാണ് ഞങ്ങൾ പോകുന്ന സ്ഥലം. നമുക്കിനി അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്, ഞായറാഴ്ച ദിവസം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് സംസാരിക്കാം. കിട്ടി ചേച്ചിക്ക് നടുവേദനയാണ്. ഞങ്ങൾക്ക് പണിയായി. ഇനി ഞങ്ങൾ തന്നെ പോയി ഇരുന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ലോഡ് വർക്ക് കിട്ടും. എനിക്ക് കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ നല്ലത് ശരിക്കും കേട്ടോ. ഈ സമയത്ത് ശരിക്കും ഞങ്ങൾ മാങ്ങ വറുക്കും മീൻസ് ഞങ്ങളുടെ മാഞ്ചോട്ടിൽ നിറച്ച് മാങ്ങ. ഞാൻ ഇന്നൊന്ന് കാണിച്ചു തരാം അവിടെ കയറിയിട്ട്. അപ്പോൾ ഞങ്ങളവിടെ പോയി കയറി പറിക്കും. അപ്പോൾ കുറേ മാങ്ങ കിട്ടുമല്ലോ. പക്ഷെ ഇന്ന് കിട്ടുന്നറിയില്ല, കാരണം ഞങ്ങൾ രാവിലെ എണീറ്റ് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ ചേച്ചി വരില്ല, ചേച്ചിക്ക് നടുവേദനയാണ്. ഞങ്ങൾ വൻ പെടലാണ് പെട്ടത്. ഇതിപ്പോൾ രണ്ടാമത്തെ ചേച്ചീനെ ഞങ്ങൾ വിളിക്കുന്നത്. രണ്ട് ചേച്ചിമാർക്കും പനി കിട്ടിയിരിക്കണം. ഒരു ചേച്ചിക്ക് പനിയും തലവേദന, അതായത് ഹോസ്പിറ്റലിൽ. ഒരു ചേച്ചിക്ക് നടുവേദന. ആകെപ്പണി പോയിട്ടുണ്ട്. ഇനി നമ്മളായിട്ട് ചെയ്യും. ഞാൻ ഈ വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ മാവിൻ്റെ ചോട്. ഇവിടെയാണ് ഞങ്ങൾക്ക് മാങ്ങ കിട്ടൽ. കുറേ മാങ്ങ കിട്ടലുണ്ട്. അത്യാവശ്യം കുറച്ച് കിട്ടലുണ്ട്. പിന്നെ കുറച്ച് കിട്ടിയിട്ടില്ല. നമ്മൾ കുറേ അടുത്ത് പോയതൊന്നും നമുക്കൊന്നും കിട്ടിയില്ല. ഈ തോട്ടിലൊക്കെ വീഴലുണ്ട്. അപ്പോൾ ഇവിടുന്നൊന്നും ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പെറുക്കലില്ല. ആദ്യം പെറുക്കി, പിന്നെ ഇപ്പോൾ ഇവിടെ പാമ്പിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും. അല്ല, ഈ മൂലവശത്ത് തന്നെ പെറുക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ ഈ മാങ്ങ പെറുക്കൽ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലെത്തി ഞാൻ ഇനി കുറച്ച് വേണം കൊണ്ടുപോയിട്ട് അത്രയും പോയി അലഞ്ഞ് വന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണം. കാരണം പുറത്തെ പണി ചെയ്യാൻ ആളെ കിട്ടില്ല. ഫുഡ് ഉണ്ടാക്കാൻ അമ്മ ഫുഡ് ഇന്നലെ രാത്രി ഇടാൻ മറന്നു. അരി വെള്ളത്തിലിട്ടൊക്കെ മറന്നുപോയി. സോറി അല്ല,
അമ്മ ഇത് പുറത്തത്തെ പണി ആരിലും ചെയ്യാൻ ചെയ്യുമല്ലോ. പിന്നെ ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ പറ്റും. ഫുഡും ഉണ്ടാക്കണം, പുറത്ത് പണിയും ചെയ്യണം. അപ്പോൾ അമ്മ ശരി അമ്മ പറഞ്ഞു നിങ്ങൾ നൂഡിൽസ് പോയി വാങ്ങിയിട്ട്. അപ്പം നമുക്കിനി നൂഡിൽസ് വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ നൂഡിൽസ് വാങ്ങാൻ പോകുന്നതിന് മുന്നേ എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു, അലക്കിയെടുത്ത് വച്ച് തന്നു. അമ്മ മടക്കി വെച്ചു അവിടെ. അപ്പോൾ ഞാൻ ഇനി എന്തായാലും തേക്കണം. അപ്പോൾ ഞാൻ കരുതിയിരുന്ന തേക്കാന്ന്. അപ്പോൾ എൻ്റെ അനിയൻ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പൊന്തിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇസ്ത്രിപ്പെട്ടിയൊക്കെ എടുത്ത് വെച്ച് നല്ല വൃത്തിയിൽ തേക്കാണ്. അടിപൊളിയായിട്ട് തേക്കുന്നുണ്ട്. തേച്ച് വരട്ടെ. കുറച്ച് ഡ്രസ്സ് ഉണ്ട് കേട്ടോ എനിക്ക് തേക്കാൻ. എനിക്ക് പേടിയൊന്നുമില്ല, കാരണം നമ്മൾ സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് പേടിക്കാൻ മാത്രമായിട്ടൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യലുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിത് തേച്ച് വരാം കേട്ടോ ഗൈസ്. നിങ്ങൾ എന്ത് ചെയ്യലുണ്ടോയെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഞാനിനി ഫുഡ് ഞാൻ ഉണ്ടാക്കണം. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. ഞാൻ ഉണ്ടാക്കണം ഗൈസ്, എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഇനി ഞാൻ പോയിട്ട് നൂഡിൽസ് വാങ്ങട്ടെ. അതിന് മുന്നേ എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് ഞാൻ ചെയ്യാറുള്ളത് അമ്മേനെ സഹായിക്കുകയാണ്. നമ്മൾ ഷീറ്റ് മടക്കാണ്ട് പെയിൻറ്റ് നിലത്ത് പോകുമ്പോൾ അത് വീഴാതിരിക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഷീറ്റാണിത്. ഞാൻ അമ്മേനെ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. വിസ്കിനെ അഴിച്ച് നമ്മൾ കയറ്റി കേട്ടോ. അപ്പോൾ എങ്ങനെ നിങ്ങൾ അമ്മേനെ ഇതേപോലെ സഹായിക്കലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് എനിക്ക് നൂഡിൽസ് വാങ്ങാൻ പോകണം. അപ്പോൾ ഞങ്ങൾ നൂഡിൽസ് വാങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നൂഡിൽസ് വാങ്ങാൻ പോവാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നൂഡിൽസ് വാങ്ങാൻ പോയി. അപ്പോൾ ഇനി നമ്മൾ നൂഡിൽസ് വാങ്ങാനാണ് പോകുന്നത്. ഇപ്പോൾ അപ്പൂമ്മ കൂടെ പോകും. അപ്പൂമ്മനോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഞങ്ങളുടെ കബോർഡ് ശരിയാക്കാൻ. അപ്പോൾ ഞങ്ങൾ അപ്പൂമ്മനെ വിളിച്ച് കബോർഡ് ശരിയാക്കാൻ പോകും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ക്യാമറ പിടിച്ചത് ഇത് കടയിൽ പോകാനാട്ടോ, നൂഡിൽസ് വാങ്ങാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ പൊട്ടത്തരങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ചെയ്യലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനും കാശിയും കൂടി നൂഡിൽസ് വാങ്ങി തിരിച്ച് പോകുന്നു. നിങ്ങൾ ഏത് നൂഡിൽസാണ് നിങ്ങൾക്ക് ഫേവറേറ്റ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാനിനി നൂഡിൽസ് വാങ്ങിപ്പോട്ടെ. എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറേ തകരാറുകൾ ഉണ്ടാകും. നിങ്ങൾ അതൊക്കെ മൈൻഡ് ചെയ്യാതെ പോകണം. കാരണം കാശിയുടെ പുറത്ത് വരുന്ന പണിയാണ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഞാനാണ് മാഗി ഉണ്ടാക്കുകയാണ്, കാരണം അമ്മയ്ക്ക് പുറത്ത് പണിയുണ്ട് പുറത്ത്. അപ്പോൾ ഞാൻ ലിസിയാണ്. ഇതാണ് നമ്മളെ കഴിക്കാൻ പോകുന്ന നൂഡിൽസ്. അപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഗ്യാസൊക്കെ എത്തിക്കാൻ അറിയാം, പഠിച്ചു. 7ാം മാസത്തിലേ പഠിക്കണ്ടേ. ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഞാൻ വെള്ളം മാത്രം കൊടുക്കുന്നില്ല. ഈ ചൈനീസുകാരൊക്കെ ഉണ്ടാക്കണം അതേപോലത്തെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കല്. ഇതിൻ്റെ അച്ഛൻ കടപ്പിച്ച ആണോ ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിക്കുന്ന വീഡിയോ അധികം ഞാൻ ഇടുന്നില്ല. ഞാൻ കഴിച്ചിട്ട് ഗൈസ്, ഞാൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കി വന്നു. എന്നിട്ട് ഞാൻ കഴിക്കാനിരിക്കുകയാണ്. കുറേ കലപിലുള്ളതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് സൗണ്ട് കയറ്റിയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഈ മസാലയുടെ വെള്ളമൊക്കെ വെച്ചിട്ടുള്ള നൂഡിൽസിന് നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് പ്രത്യേകം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര പേര് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് കമൻറ്റ് ചെയ്യുക. അതേപോലെ രാവിലെ നമ്മൾ നൂഡിൽസ് കഴിച്ചാൽ പോകുന്നവരും കമൻറ്റ് കഴിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ 1-2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. വീഡിയോയുടെ സൗണ്ട് നല്ല ടേസ്റ്റാണ്. നല്ല ട്രൈ ചെയ്യുക. അതിൻ്റെ റെസിപ്പി വേണ്ടവരും കമൻറ്റ് ചെയ്യുക. ക്ഷീണിച്ച് വന്നിരുന്നു കാണും. അപ്പോൾ ഞാനിനി ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ ബൈ. എത്ര പേര് കണ്ടിട്ടുണ്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇത് ഡബ്ഡ് മൂവിയാണ്. തെലുങ്കായിരുന്നു ഭാഷ. പിന്നെ നമ്മൾ ഡബ്ഡായിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. എനിക്ക് ഇഷ്ടമായി വെച്ചാൽ കുഴപ്പമില്ല, ഇരുന്ന് കാണാം. എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടമായില്ല. നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ആ സൈഡിൽ പോയിരുന്നൊന്ന് കാണട്ടെ. ഞാനൊരു റീലൊക്കെ ചെയ്യണം എന്നൊക്കെ കരുതിയതാണ്. ബട്ട് അത് പറ്റില്ല. കാരണം ഞങ്ങൾ പോവാമെന്ന് കരുതിയപ്പോഴാണ് ഒരു ഒടുക്കത്തെ പ്രശ്നം. മഴ വരുന്നുണ്ട്. അത് ഞാനിതിന് മുന്നേ ഒരു ഭാഗമുണ്ട്, അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് മഴ കാരണം ഞാൻ പോകുമെന്ന് ഉറപ്പില്ല. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുകയാണ്. ഞാനിനി പോകുമെന്ന് എനിക്കറിയില്ല, കാരണം അമ്മ പറഞ്ഞു മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഞാൻ പിന്നെ ആലോചിച്ചു ഇനിയിപ്പോൾ പോയാലും പോയില്ലല്ലോ ഇപ്പോൾ എന്ത്. ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് ഇനി ഏതെങ്കിലും വീഡിയോയിലൊക്കെ ചെയ്യാമോ എന്ന്. ഞാൻ കലവിലുള്ളതുകൊണ്ടാണ് ആ സിനിമയുടെ സൗണ്ടും എല്ലാ സൗണ്ടും കൂടെ ഒക്കെ ആകുമ്പോൾ ആകെപ്പാടം സപ്പറാകുകൊണ്ടുകൊണ്ട് ഞാൻ നിർത്തി. അപ്പോൾ ഞാനിനി സിനിമ കുറച്ച് നേരം ഇരുന്ന് കാണട്ടെ ഗൈസ്. ബൈ ബൈ ഗൈസ്. ഞാനിപ്പോൾ സിനിമയൊക്കെ കണ്ട് മടുത്തു. ഫുള്ളൊന്നും കണ്ടില്ല, പ്രത്യേകിച്ച് നിർത്തി പോകണം. അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞു ഇരുന്ന് വെറുതെ ഇരിക്കല്ലേ, സിനിമ കണ്ട് വെറുതെ ഇരിക്കും. അമ്മ പറഞ്ഞു ഞാൻ വെറുതെ ഇരിക്കുന്നു, സിനിമ കണ്ടിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത്
അമ്മ പറഞ്ഞു എന്നോട് എന്തെങ്കിലും റൂം അടിച്ചു എൻ്റെ റൂം അടിച്ചു ചോദിച്ചു. ഞാൻ ശരി ഞാൻ റൂം അടിക്കും, എൻ്റെ റൂമല്ലേ സൂക്ഷിക്കണ്ടേ. ഞാൻ വെച്ചാൽ റൂം അടിച്ചു. ഞാൻ ഇപ്പം എൻ്റെ കാര്യം ഒറ്റയ്ക്ക് നോക്കൂട്ടോ. അപ്പോൾ ഞാൻ റൂം അടിച്ച് കൊണ്ടിട്ടെ. ഇവിടെ മാത്രമല്ല കേട്ടോ നിൽക്കുന്ന അമ്മ, എനിക്ക് എല്ലാവരും ചെയ്യാം. അമ്മയോട് റൂം അടിച്ചാൽ മതിയായിരുന്നു. ഞാൻ പട്ടിനെ കഴിക്കാം. ബാക്ക് എടുത്ത് ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോകണം, മാങ്ങ പൊറുക്കണം, കുറേ പരിപാടിയുണ്ട്. ഒക്കെ ഇനി പോകണം നമുക്ക്. നമുക്ക് ഈ റൂം പെട്ടെന്ന് അടിച്ചു പോവാം. ഞാൻ ഇത് അടിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഗൈസ് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നു. എന്നിട്ട് നമ്മൾ വെള്ളം കുടിച്ചു. ഇനി കുറച്ച് വെള്ളം കൂടിയേ ഉള്ളൂ. ഇതുണ്ടോ, ഞാൻ അതിലും കുറേ വെട്ടിയിട്ടു. കാരണം ഞാൻ അതിനകത്ത് കുറേ സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് മടുത്തു. ഞാൻ വീഡിയോ എക്സ്ട്രാ കയറ്റാന്ന് കരുതി പണിയൊക്കെ എടുത്തു മടുത്തു. അമ്മയുടെ റൂമിൽ മാത്രം AC വെച്ചിട്ട്. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ഇനി വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അച്ഛൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ വെറുതെ AC വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ എടുത്തോളാൻ പറഞ്ഞു അച്ഛൻ. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ AC ഇട്ട് കിടന്ന് ഉറങ്ങട്ടെ കുറച്ച് നേരം. ഒരു ഇത്തിരി നേരം കിടന്നുള്ളൂ. ഞാൻ കുളിച്ചിട്ടില്ല, കാരണം ക്ഷീണിച്ച് വന്നുകൊണ്ട് കുളിക്കണം. കുറച്ച് പരിപാടികളുണ്ട്. നമുക്കിനി AC ഇടാം. AC ഇതാ മുകളിൽ കണ്ടതാണ് നമ്മുടെ AC കുട്ടൻ. അവനെ നമ്മൾ ഓൺ ചെയ്ത് നമ്മൾ ഒരു 16-ലിടും. എന്നിട്ട് കിടക്കും. 16 കുറച്ച് കൂടാകുമ്പോൾ 24 ഇട്ടിട്ട് കിടന്നുറങ്ങും. ഞാൻ കുറേ സംസാരിക്കുന്നുണ്ട്, എനിക്ക് എന്താണെന്ന് കൂടെ അറിഞ്ഞൂടാ. കാരണം കട്ട് ചെയ്ത് കളഞ്ഞാലോ സൗണ്ട്, നമുക്ക് കേൾക്കാനൊക്കെ പറ്റും. അപ്പോൾ അമ്മ ഇനി പുറത്തുണ്ട്. ഇനി അമ്മേനെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുക. അമ്മയൊക്കെ പുറത്തിരിക്കുമ്പോൾ ഞാനങ്ങനെ കിടന്നുറങ്ങുമെന്ന് ആലോചിച്ചിട്ടാണ്. പിന്നെ അയ്യോ ഇങ്ങനെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ പോയി കിടന്നുറങ്ങുന്നവരാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിനി കുറച്ച് നേരം കിടക്കട്ടെ. നിങ്ങളും കിടന്നോളൂ കുറച്ച് നേരം. ഞാൻ കിടക്കട്ടെ ഗൈസ്. ഞാനിനി കിടന്ന് വെള്ളം കുറച്ച് കുടിക്കും. അങ്ങനെ ചില്ലറ പരിപാടിയായിട്ട് ഞാനിനി അങ്ങനെ കുറേ നേരം സംസാരിച്ച്. നിങ്ങളിനി ബോറടിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോ കമൻറ്റ് ചെയ്യും. ഞാനിങ്ങനെ ചടപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഞാൻ ആ ബോറടി മാറ്റാതെ എന്തെങ്കിലും ഒരു വെറൈറ്റി വീഡിയോ ഉണ്ട്. ഇതിൻ്റെ ഒരു അത്ഭുത സാധനമുണ്ട്, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിനി കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ. ബൈ ബൈ ഗൈസ്. ഞാനിനി കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് പറയുമ്പോൾ ഞാൻ തോർത്തുണ്ട്, ഡ്രസ്സുണ്ട്. പുറത്തൊക്കെ നല്ല കാറ്റാണ്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോഴേ കളിയിൽ പോകുള്ളൂ, ചാൻസ് കുറവാണ്. പറ്റണ ഞാൻ പോകും. വീഡിയോക്ക്. അപ്പോൾ ഞാൻ ഇനി കുളിച്ചിട്ട് ഇനി വന്നിട്ടുണ്ട്. എണ്ണ തേക്കാതെ പോലെ നിൽക്കുന്നുണ്ട് മുടി. പിന്നെ എൻ്റെ അതേപോലെ നിൽക്കും. പിന്നെ ഞാനിപ്പോൾ രാസനാദിപ്പൊടി തീർക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് രാസനാദിപ്പൊടി തിരുമ്മാം. കാശിയിലൊക്കെ കൂടി കഴിഞ്ഞു. അങ്ങനെയൊക്കെ നേരത്തെ കുളിച്ചിട്ടുണ്ട്. നല്ല മഴയാണ് ഗൈസ്. ചിലപ്പോഴേ പോകണ്ടാവുള്ളൂ, മിക്കവാറും ഞങ്ങൾ പോലെ കണ്ടോ. അപ്പോൾ ഞാൻ അത് തിരുമ്മിയിട്ടുണ്ട് രാസനാദി. ഇനി നമുക്ക് മുടി കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് മുടി കെട്ടിക്കൊടുക്കാം. ഞാനൊക്കെ വിസ്കി കുറയ്ക്കണം കേട്ടോ. ഒക്കെ ഭയങ്കര കുറയും. എന്താ ചെയ്യാ പാകം, നല്ല കുറയും. കാറ്റടിച്ചിട്ട് ഒക്കെ പേടിയാവൽ തുടങ്ങി. കാറ്റടിച്ചിട്ട് കുറേ നേരം അതിൽ കാറ്റടിച്ച് തുടങ്ങിയിട്ട്. കാറ്റടിച്ചിട്ടല്ല, പിള്ളേരെ സൗണ്ട് കേട്ടിട്ടേ. പിന്നെ അപ്പുറത്ത് കുറേ വീട്ടിൽ മൂച്ചിൻ്റെ ചോട്ടുന്ന് മാങ്ങയുടെ ചോട്ടുന്ന് മാവിൻ്റെ ചോട്ടുന്ന് കുറേ വെച്ചുണ്ടാക്കുമ്പോൾ ഒക്കെ പേടിയാണ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ പുറത്തെത്തി. ഞങ്ങൾ കാളികാവ് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. പുറത്ത് കുട്ടികളുടെയൊക്കെ സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയിട്ട് ഞാൻ റെക്കോർഡിങ് ചെയ്തത്. ഇതായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഡിസൈൻ. ഇത് നേരിട്ട് കണ്ടാലേ മനസ്സിലായില്ല, അല്ലെങ്കിൽ ആകെ റെഡ് ഗോൾഡ് അടിച്ച പോലെ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതെൻ്റെ അച്ഛൻ്റെ കണ്ടുപിടി. ഇതാണ്. എനിക്ക് കോളേജിൽ പോകുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഗെറ്റ് റെഡി വിത്ത് നമുക്ക് ചെയ്യണമെന്ന് എന്തൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ പോകുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ഡെയിലി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് കള്ളക്കാവ് പോകുന്നില്ല. നമ്മുടെ വിസ്കി കൊണ്ട് അവിടെ ചെയ്യണം എന്താന്ന് കൂടിയിരുന്ന് മാന്തുണ്ട്. അതിന് ഭ്രാന്തായി എന്നാണ് തോന്നുന്നത്. എനിക്ക് തന്നെ കണ്ടിട്ട് ഭ്രാന്താവണം. കൂടി ഇരുന്ന് മാന്താറിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എന്താ മാന്തലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കറിയില്ല. പിന്നെന്താ, ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ പോട്ടെ ഗൈസ്. നമുക്കിനി വൈകുന്നേരത്തെ ചായ കുടിക്കാം. അവിടെ ചെരുപ്പിട്ട് പുറത്തേക്ക് അറിയാണ്ടല്ലോ. ചെരുപ്പത്ത് ഇതണ്ട് ഞങ്ങളുടെ ചായ കളഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ചായ ഉണ്ടാക്കി. നമ്മൾ കോഫി നമ്മളെ ബിസ്ക്കറ്റ് വിസ്കി കൊടുത്തു. അതൊക്കെ തിന്ന് കൊടുത്തു.
അമ്മമ്മയോട് ചോദിക്കാൻ പറഞ്ഞ സാധനം വിളിച്ചത് മറ്റേ അമ്മക്ക് ചെയ്യാം വിസ്കി കൂട് മാത്രം എന്തായാലും കമന്റ് ചെയ്യാം. അപ്പം നമ്മൾ ചായ പിടിക്കട്ടോ. ഞങ്ങൾ വിസ്കിനെ അഴിച്ചുവിടാൻ പോവാണ്. നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു. ഇപ്പോൾ നാമം ഈ ഫോണിൽ ജപിക്കണത് അത് ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ജപിക്കാൻ നടന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് വിസ്കിനെ വായു തകോലിട്ടു. ഞാൻ ലീസ് ഇടൂല, എനിക്ക് ലീസ് ഇടാൻ ഭയങ്കര വീടുണ്ട്. ലീസ് ഇടാതിരുന്നോള് നിങ്ങൾക്ക് ഇവിടെ എൻ്റെ മേത്ത് കയറുന്നാലേ ആദ്യം മേത്ത് കയറുന്നതാണ്. നമ്മുടെ വീട് അടച്ചിട്ടില്ലെങ്കിൽ ആദ്യം അടച്ചിട്ടില്ലെങ്കിൽ കയറിയിട്ട് വരും. അത് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. വീടിനുള്ളിൽ കയറി ഏസിക്കാത്തിരിക്കണം. ഞങ്ങൾ ഇഷ്ടം ഞാൻ ആയിക്കൂടെ നമ്മൾ മത്സരം നടത്തും. നമ്മൾ ഇവളുടെ ഒരു ആക്ടിവിറ്റി വ്ളോഗ് ഇടണ്ട്. അതിന് എന്നെ പ്രോത്സാഹിപ്പിക്കുക, കമൻറ്റ് ചെയ്ത് ഉറപ്പായിട്ടും നമ്മൾ ഇവളുടെ ഒരു ലോങ് ഒരു ആക്ടിവിറ്റി നമ്മൾ ഡെയ്മ ലൈഫ് ചെയ്യുന്നതായിരിക്കും വിസ്കി കുതിയുടെ. നമ്മൾ ഭയങ്കര കെയർ കേട്ടോ, വിസ്കി ഭയങ്കര കെയർ. ഞങ്ങൾ രാത്രി ഇടയ്ക്ക് അഴിച്ചുവിടുന്നുണ്ട്. ഞങ്ങൾ അഴിച്ചുവിടാനില്ല, മിക്കപ്പോഴും ഞങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ പിന്നെ അഴിച്ചുവിടും. ഞങ്ങൾ വിടാതെ ഇരിക്കില്ല, ഫുൾ ഡേ അഴിച്ചുവിടും. അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും പുറത്തിരിക്കണം. പാവാണ് ഭയങ്കര. പക്ഷെ ഞങ്ങൾ നല്ല കെയർ ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരങ്ങളൊക്കെ കളിക്കണം കണ്ടോട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇവളുടെ കൂടെ കളിക്കട്ടെ. ഇനി ഇവളുടെ കൂടെ കുറേ നേരം കളിക്കണം. ഇനി ഇവൾക്ക് നമ്മൾ ചെയ്യുക അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് നേരം കളിക്കട്ടെ. നമുക്കിനി ബിസ്കിറ്റുള്ള ചോറ് കൊടുക്കാം. ഇപ്പം രാത്രിയായി. ഞാൻ കുറേ വീടൊക്കെ എടുത്തു. ഉറക്കം വേറെ ചെറുതായിട്ട് ബിസ്കിറ്റുള്ള ചോറ് എടുക്കാം. ഇന്ന് നമ്മൾ ചിക്കൻ കൊടുക്കുന്നില്ല. രാത്രി മിക്കവാറും നമ്മൾ തൈരും ചോറാണ് നമുക്ക് കൊടുക്കുന്നത്. നമ്മൾ ഈ കറികളും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ ബ്രീഡ് ഡോഗ്സ് ഉണ്ടല്ലോ, അവർക്ക് പണി കിട്ടും, രോമം പോവുക, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരും. അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഞങ്ങൾ കൊടുക്കുന്നില്ല. ഞങ്ങളെപ്പോഴും ഒന്നെങ്കിൽ ചിക്കൻ്റെ ഗ്രേവി, അല്ലെങ്കിൽ പാർട്സ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വരുന്ന അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ. അല്ലാതെ ഒക്കെ കറി, സാമ്പാർ അങ്ങനെയൊന്നും കൊടുക്കില്ല. പിന്നെ ഇട്ടത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ഇട്ടത്. ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ, വലുതായിട്ടൊന്നും കാണില്ല. തീർക്കട്ടല്ലേ, ഇതാണ് കൊടുക്കുക. അവർ ചിലപ്പോൾ തൈരും കൂട്ടി കൊടുത്താൽ തിന്നും. ഇന്ന് ഉച്ചയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. ഉച്ചയ്ക്ക് നമ്മൾ അത്യാവശ്യം നല്ലത് കൊടുത്തു. നീ കണ്ടോ മണത്ത് നോക്കുന്നുണ്ടോ? വേണ്ട, വിശപ്പായിട്ടില്ലെങ്കിൽ അവളങ്ങനെ മണത്തൂക്കി പോകും. തൈരിൻ്റെ ഒക്കെ ചോറാണെങ്കിൽ വിശപ്പായിട്ടില്ലെങ്കിൽ മണത്തിട്ട് പോകും. നമ്മൾ ടേക്കിറ്റ് അങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ രാത്രി നമ്മളങ്ങനെ പറയില്ല. രാവിലെ ഉച്ചയ്ക്ക് മാത്രമേ ടേക്കിറ്റ് അങ്ങനെ ഭക്ഷണത്തിനൊരു ഇത് എടുക്കുള്ളൂ. മറ്റേതിപ്പോൾ രാത്രി കഴിയുമ്പോൾ വിശന്നിരിക്കുന്ന ടൈമാണ്. അപ്പം നമുക്ക് അങ്ങനെ കൊടുക്കാം, അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നമുക്കിന്ന് പൊറോട്ടയുണ്ട്, പൊറോട്ട. അതേപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് രാത്രി ഇതാണ് കഴിക്കുന്നത്. നിങ്ങൾ എത്ര പേരാണ് ഈ പൊറോട്ടയും ചിക്കൻ കറിയുടെ ഫാനുകൾ? അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. നല്ല ടേസ്റ്റുള്ള പൊറോട്ട, ചൂട് പൊറോട്ട. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചിട്ട് കാണാം. ഞങ്ങൾ കസാമയായിട്ട് ഓർഡർ ചെയ്തേ. അപ്പോൾ ഇത് കഴിച്ചു തരാം. ഞങ്ങളിപ്പോൾ രാത്രി 9 മണി ആവാനായി. ഇപ്പോൾ പരസ്യം കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഞങ്ങൾ രാത്രി കുറച്ച് ഉറക്കണതിന് മുന്നേ ഇത്തിരി നേരം ടി വിയിൽ വാർത്ത കാണും. ഞങ്ങൾ ജനം അതേപോലെ തന്നെ റിപ്പോർട്ടർ, 24 അങ്ങനത്തെയൊക്കെ കാണുന്നുള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം ഇതിപ്പോൾ. അപ്പോൾ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണണം. പരസ്യം ഇപ്പോൾ ഞാൻ പരസ്യം കഴിഞ്ഞ് ഉടനെ വെക്കും, ലൗഡ് സ്പീക്കർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കഴിച്ച് കഴിഞ്ഞു. അമ്മ പുറത്ത് പോയി സ്കൂട്ടിയൊക്കെ എടുത്ത് വെച്ച് വന്നു. ബസ്സിട്ടുണ്ട്. അങ്ങനെ ഉറക്കം വരുന്നുണ്ട്. നമ്മൾ കുറച്ച് പരിപാടികളുണ്ട്. ഉറക്കത്തിൽ പോകുമ്പോൾ നമുക്ക് ആ പരിപാടികൾക്ക് പോകാം.
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ കാക്കന് ഞാനോ കാക്ക വരിക. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് കട്ടൻ കാത്തി വെക്കുക. ഇന്ന് അമ്മയുടെ കൂടെ ഉണ്ട് ഞാൻ കിടക്കുന്നത്. ഞങ്ങൾ രണ്ടാളും അമ്മയുടെ കൂടെ കിടക്കുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടാളും അമ്മയുടെ കൂടെ കിടക്കും. അതോടുകൂടി ഡെയിലി അവസാനിക്കാൻ പോവുകയാണ് ഗൈസ്. എനിക്ക് സ്വസ്ഥതയും കിട്ടി. പിന്നെ നമ്മൾ ഇതിനെ കാശി കൊണ്ട് അവനെ വീഡിയോ എടുത്ത് ഓടാക്കിയിട്ട് കുറേ നേരം അവനോട് എടുത്തത്. പിന്നെ നമുക്ക് എൻ്റെ ഒരു ഷീപ്പ് എടുത്തിട്ട് മുടി കെട്ടിക്കൊടുക്കാം. കുറച്ച് വിട്ടിക്കണം കുറച്ചു. അപ്പോൾ നമുക്ക് മുടി കെട്ടി കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യല് മുടി കെട്ടാൻ നമ്മളിങ്ങനെ ചെയ്യും കൂട്ടോ ഇങ്ങോട്ടേക്ക്. അപ്പോൾ മുടി ഞാൻ ഇങ്ങനെ വെക്കും. എന്നിട്ട് സെന്നോട് ഇങ്ങനെ ചെയ്തിട്ട് സെൻറ്റർ പാർട്ടീഷൻ എടുക്കും. സെൻറ്റർ എടുക്കും. അതേപോലെ സെൻറ്റർ എടുത്തിട്ട് ചെയ്യും. ചട ഉണ്ടാവും നമുക്കത്. അത് ഈ കോമ്പ് വെച്ചിട്ടും ചെയ്യൂട്ടോ രാത്രി. അപ്പം നമുക്കെല്ലാം മസാജാണ്. എൻ്റെ മേത്തത്തെ കുറേ കണ്ടിട്ട് ഒന്നും പറയരുത്. ഭസ്മം പോയതാണ് എന്തൊക്കെയോ കുറേ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മുടി കൊടുക്കും. പിടിച്ച് വെച്ച് ചെയ്യുക അല്ലെങ്കിൽ മുടി വെച്ച് പോകും. ഈ മുടി കൊഴിയാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഗൈസ്? ഞാൻ പിന്നെ വേറെ കാര്യം പറയുമ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോൾ ചില വീഡിയോസിന് കമൻറ്റ് ഇടാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ ചെറിയ കുട്ടികളുടെ വീഡിയോ എടുക്കണേ ഞാൻ എഴുതെത്തിയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കമൻറ്റ് ചില സമയത്ത് ഓഫായി കിടക്കും. എല്ലാവരെ കാണിച്ചാൽ മാത്രം കമൻറ്റ് ഓണായി കിടക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. വാർത്ത തുടങ്ങിയിട്ടുണ്ട്. അമ്മ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ വാർത്തയാണ് കാണാൻ കമൻറ്റ് ചെയ്യുക കേട്ടോ. പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ മറ്റേ ഗുരുവായൂരിയും പോയ വീഡിയോ അതിന് വന്ന് കമൻറ്റ് ഇട്ടോ. അപ്പോൾ ഞാനത് കേൾക്കാം. ഇതിന് കമൻറ്റ് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ കഴിയണില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോയ്ക്ക് വന്ന് കമൻറ്റ് ഇട്ടോ കേട്ടോ. ഞാൻ 3ൽ അതിനെ മോഡേണെന്നൊക്കെ കാണിച്ചേരെ. അത് നല്ല രീതിയിൽ മുടി ചെയ്ത് കൊടുക്കാം. വാർത്ത അമ്മ കേൾക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഞാനൊരു 9 ആകുമ്പോഴേക്കും കിടക്കും. ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് നേരത്തെ കിടക്കും കേട്ടോ ഗൈസ്. ഇത്തിരി നേരത്തെ കിടക്കും. മുടി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുടി കെട്ടാം. എങ്ങനെ കെട്ടണേ കാണിച്ചാൽ അത് അപ്പോഴേക്കും അറ്റത്ത് ചെട വന്നു. എൻ്റെ പെട്ടെന്ന് ചെട വരുന്ന ടൈപ്പ് ഓഫ് ഹെയർ ആണ്. ഞങ്ങൾക്കൊക്കെ ഹെയർസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ എന്ത് ചോദിച്ചാലും മുടി മെടഞ്ഞിടും. അത് ഭയങ്കര ടൈറ്റ് ആക്കിയിട്ടല്ല. ഞാൻ കാണിച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് നല്ലപോലെ ഇട്ടിട്ട് കുറച്ച് ലൂസാക്കി മോഡൽ അത് അതിൽ കിടക്കാൻ നല്ല കംഫർട്ടായിട്ട് കിടക്കാം. അതുപോലെ ലൂസാക്കിയിട്ട് മോഡൽ നമുക്ക് ഇത്രയുള്ളൂ മോഡൽ. ഇതിൻ്റെ വീഡിയോസ് മോഡലിന് എങ്ങനെയാണ് വന്നത് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞുതരാം. മുടങ്ങിയിട്ട് വരും. നല്ല നമുക്ക് ഞാൻ മുട ചെയ്യുമ്പോൾ കുറച്ച് മുടങ്ങില്ല. സാധാരണ എനിക്ക് അമ്മേനെ മുടഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പഠിച്ചു. ഞാൻ പണ്ടൊക്കെ കട്ട് ചെയ്യുന്നത് എങ്ങനെ ഹെയർ വെച്ചാൽ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഇങ്ങനെ വെക്കും. ഇവിടെ ഉപ്പുറ്റിട്ട് വെച്ചിട്ട് അപ്പനോട് എല്ലാവരും പറയാം അവിടെ വെച്ച് കഴിഞ്ഞാൽ മുടി ഉണ്ടാകുമെന്ന്. ഇനി നമുക്ക് നിലത്തുള്ള ഹെയർസ് നമുക്ക് എടുക്കാം. ഇങ്ങനെ വേസ്റ്റ് മുടി കൊഴിയുന്നുള്ളൂ. വലുതായിട്ടില്ല. ഇത് ഇങ്ങനത്തെ മാത്രമാണ്. വലിയ കുഴപ്പമില്ല കേട്ടോ വേസ്റ്റ്. ഇനി നമ്മൾ ഹെയർ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇതിനെ ചുറ്റിയിട്ട് ഇവിടുത്തെ വേസ്റ്റിൻ്റെ കവർ കാണാമല്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതാണ് എൻ്റെ ടേബിള്. ഇതാണ് ഇതിനകത്താണ് നമ്മൾ മുടി ഇട്ട് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അവസാനം നമ്മൾ ഇതാ ഹെഡ് ധർമ്മസേന കൊടുക്കും. അപ്പോൾ ഇനി നമുക്ക് വെള്ളം നിറയ്ക്കാൻ പോവാം. കമ്മ അപ്പോൾ ഞാൻ
ഇതിലാണ് ഞാൻ വെള്ളം നിറച്ചെങ്കിൽ ഞാൻ 10 വെള്ളം നിറച്ചത്. അപ്പോൾ ഞാൻ വെള്ളം നിറക്കിയിട്ട് ഇത് കഴുകണം. കഴുകട്ടെ. കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം നിറക്കാം. നമ്മൾ കേട്ടോ ഒന്നര മാസത്തേക്ക് വേണം രാത്രി കുടിക്കണം. രാവിലേക്ക് രാത്രി കൂടി ഇവിടെ നിങ്ങൾ ചോദിക്കുന്നത് ജഗ്ഗിലൊന്നല്ല. ഞാൻ ജഗ്ഗിലൊന്നും വെക്കില്ല ഗൈസ്. എനിക്ക് മടിയാണ്. അറിയുമ്പോൾ കുറേ നിറയ്ക്കുകയൊക്കെ വേണം. അതൊന്നും എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് ഒന്നര ഗ്ലാസ് എടുത്ത് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും. നമുക്കിതിനെ അടയ്ക്കാം. അയ്യോ പല്ല് വെച്ചില്ല. അല്ല പല്ല് വെച്ചാൽ നമ്മൾ പല്ല് വെച്ചില്ലേ? ആ പല്ല് വെച്ചില്ല. പല്ല് വെച്ചിട്ടുണ്ട്. ഞാനത് വീഡിയോ ക്ലിപ്പിലെടുക്കാൻ മറന്നു. ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴേക്ക് പല്ല് ചേച്ചി സിനിമ അമ്മ പാർത്ത് മജീരുടെ കൂടെ സിനിമ വെച്ചു. നമുക്കിനി ഈ വെള്ളം കൊണ്ടുപോയിട്ട് അമ്മയുടെ മുകളിലുണ്ട്. ഇവിടെയാണ് വെക്കുന്നത്. അമ്മ ഇതാണ് എൻ്റെ ഇവിടെ വെക്കും. ഇവിടെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും. വെള്ളം വെച്ചു. ഇനി നമുക്കുള്ള പരിപാടി പറയുന്നത് രാത്രിക്ക് നമുക്ക് അമ്മേൻ്റെ റൂമിലായതുകൊണ്ട് തന്നെ തുണി എടുക്കാം. കിടക്കുമ്പോൾ തന്നെ തുണി എടുക്കണം. നമുക്ക് നമ്മൾ ഇങ്ങോട്ട് തുണി എടുക്കാൻ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ തലേണ. ഇത് വീടിന് തക്കുവിൻ്റെ അമ്മേ വീടിനല്ല എൻ്റെ സിലിൻ്റെ ആക്കോല എടുത്ത് മാറ്റി വെക്കണം. അത് ഞാൻ അവിടെ വെക്കൽ വേറെ സ്ഥലമുണ്ട്. അതൊന്നും ഞാൻ നയിച്ചില്ല. ഇതെടുത്തു. ഇപ്പോൾ നമ്മളിത് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റൂമിലത്തെ ലൈറ്റ് ഓഫ് ചെയ്യും. ഇപ്പം എല്ലാം സെറ്റായി. റൂമൊന്ന് നോക്കുക ഗൈസ്. റൂം സെറ്റായിട്ടുണ്ട്. ഇരുട്ടാണ് ഗൈസ്. ഇരുട്ടായതൊന്നും കാണുന്നില്ല. എല്ലാം ഓഫാക്കിയിട്ടുണ്ട്. ഈ റൂം നമുക്ക് അടച്ചോക്കാം. എന്നിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോകാം. ഇത് വന്നിട്ട് ഞങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ അമ്മ കിടക്കൽ ഒന്നെടുക്കും. അവൻ ആ ഫോൺ ആകെ ബ്ലറാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ക്യാമറ പിടിക്കണമെന്ന് ശരിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. കൈ കഴിച്ചിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അയ്യോ കഴിച്ച് നമ്മൾ മെഡിസിൻസ് ഒക്കെ കഴിയാൻ മറന്നിട്ടുണ്ട്. അതെൻ്റെ റൂമിലാണ്. കാരണം അതൊക്കെ പോയി ആദ്യം മുതൽക്ക് ഇനിയും തുടങ്ങും. സാധാരണ ഇങ്ങനെയല്ല. നമുക്ക് മെഡിസിൻ ഇടുക. ഞങ്ങൾ റൂമിലൊക്കെ തുടങ്ങും. ഇതെൻ്റെ അവിടെ വെച്ചു. ഇതിലാണ് മെഡിസിൻ തിന്ന്. ഇതിനകത്താണ് ഞാൻ വെക്കൽ മെഡിസിന്. കുറച്ച് വിട്ടേക്ക് ഞാൻ കാൽസ്യത്തിൻ്റെ മരുന്നാണ് കഴിക്കുന്നത്. എല്ലിനൊന്നും തീരെ ബലമല്ല. അതുകൊണ്ട് എല്ലിന് തീരെ ബലമല്ല, സോറി. എനിക്ക് ഭയങ്കര സ്ഥലം നമ്മൾ കാല് കുഴഞ്ഞ് വരുന്നതിലേക്ക് അതുണ്ട്. ചിലപ്പോൾ അതൊക്കെ ആവും നമുക്ക്. പക്ഷേ എന്താണ് അറിയില്ല. എനിക്ക് 3 കൊല്ലം വരും. 20 ദിവസത്തെയാണ് നമ്മൾ ഒരു മാസമായി കഴിക്കാൻ തുടങ്ങിയിട്ട്. 20 ദിവസം 10 ദിവസം ഞാൻ വെറുതെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഇതിലൊരു 5 മില്ലി കൂടി എടുക്കാം. പണി കിട്ടി ഗൈസ്. എനിക്ക് കിട്ടലുള്ള പണിയല്ല. പക്ഷെ ഇനി ഞാൻ എങ്ങനെ കിട്ടും? What is the problem? നമുക്ക് ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരെ ഡാർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പയ്യങ്ങനെയൊക്കെ മല്ലിപ്പിടുത്തിട്ടുണ്ടാക്കി കത്രിക വിരിച്ചു. പിന്നെ അമ്മ അമ്മനായിട്ട് ഇതെന്തത് ഞാൻ തുറന്നത് എനിക്ക് പണിയിട്ട് അല്ല ഞാൻ മരുന്ന് കഴിക്കുന്ന നോക്കും. ഇത്രേ ഉള്ളൂ. ഇത്ര പേടിപ്പിച്ചാൽ മതി. തോന്നുന്നു 5 ml ആണ്. ഇതും തീരാനായിരുന്നു.
വേറെ വീട്ടില്ല മധുരാണ്. ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് കഴുകിനടുത്ത് വെക്കും. മീൻസ് എൻ്റെ ടേബിളല്ല, ഇത് ഈ സൈഡിൽ വെച്ചാൽ മതി. ഇത് നമ്മൾ നാളെ കഴിഞ്ഞിട്ട് കഴുകും. ഇനി നമുക്ക് ഈ മരുന്ന് കുടിക്കാൻ പോകാം. ഇനി അങ്ങനത്തെ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് പോരാം. വാ ഒരു മൂവിയാണ് ഇപ്പോൾ. ഇനി നമുക്ക് ഈ മരുന്ന് കുടിക്കാം. ഇതൊക്കെ വൃത്തിയാക്കണം. അപ്പം ഞാനിനി വെള്ളം കുടിച്ചു. നിൻ്റെ ഈ ബെഡിൻ്റെ കുറച്ച് വൃത്തിയാക്കണ്ട. അപ്പം നമുക്കിനി വാഷ്റൂമിലൊക്കെ പോയിട്ട് ഞാൻ വരാം. എന്നിട്ട് ഞാൻ ബെഡ് വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. ഞാനിപ്പോൾ കൈയും കഴുകി മുഖം കഴുകൂല, ഇറക്കാൻ പോകില്ലേ. എനിക്ക് പെട്ടെന്ന് മുഖം കഴുകി ഇറക്കാൻ പോകും. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് നമുക്ക് ബെഡ് വൃത്തിയാക്കാം. അവിടെ നിന്നോ. അങ്ങനെ ആദ്യം രാത്രി ഞങ്ങൾക്ക് ചിലപ്പോൾ ചുമയൊക്കെ വരും. വിക്സ് ഇത് ഞാനിപ്പോൾ മുഖം തോർത്തി കൈയൊക്കെ തോർത്തിട്ടുണ്ട്. എന്താപ്പോൾ എൻ്റെ തോർത്താണ്. പിന്നെ ഇത് എൻ്റെ പുതപ്പാണ്. ഞാൻ മുടക്കി കൊണ്ടുവന്നാണ്. ഇത് ഇവൻ്റെത് ചേച്ചി. പിന്നെ നമ്മൾ അമ്മേൻ്റെത് ഇവിടെയും വെച്ചിട്ടുണ്ട്. ഈ താക്കോൽ അമ്മയുടെ കളിക്കുന്നുണ്ട്. അത് ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. ഈ ക്യൂട്ട് താക്കോൽ അങ്ങനെയുണ്ട്. ഒരു മിക്കി മൗസിൻ്റെ കുളിക്കുന്ന നല്ല രസമാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാൻ ഇതിന് ഇവിടെ തൂക്കി ഇവിടെ അല്ല, ഞാൻ എടുത്തു കൊണ്ടുപോകും. നിങ്ങൾക്ക് ക്യാമറ കാണിച്ചില്ല അവിടെ ഒക്കെ. പിന്നെ ഇത് ഞങ്ങളുടെ ഏഷ്യൻ റിമോട്ടും. ഇതും ഞാൻ ഈ സൈഡിൽ വെക്കാം. താക്കോൽ എടുക്കാൻ ഞാൻ എടുത്തോക്കാം. പിന്നെ ഇപ്പോൾ എടുക്കട്ടെ. പിന്നെ ഇതെൻ്റെ ഹെഡ്ഫോൺ, അമ്മയുടെ ഹെഡ്ഫോൺ ഉണ്ട്. പിന്നെ ഫോണ്, ഇത് അവൻ്റെ പുതപ്പ്, അമ്മയുടെ പുതപ്പ്, ഇത് കാശിയുടെ പുതപ്പ്, എൻ്റെ പുതപ്പ്. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു കവിൽ വെള്ളം കുടിക്കാം. നമുക്ക് ഇനി അമ്മയൊക്കെ വാഷ് ചെയ്യുന്നേ. അപ്പോൾ ഞാൻ കിടക്കും. AC ഒക്കെ ഇട്ടിട്ടുണ്ട്, ഫാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ കിടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റാത്തവർ എൻ്റെ പറ്റുന്ന വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഉറപ്പായിട്ട് അതൊക്കെ വായിച്ച് റിപ്ലൈ തരാൻ പറ്റുന്നൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ബൈ ബൈ.